നമ്മുടെ ഡോക്ടർ ഡൂമും ടോണി സ്റ്റാർക്കും തമ്മിലൊരു ഫൈറ്റ് ആയിരുന്ന ഇവരിൽ ആരാ ജയിക്കുക? ആക്ച്വലി ഇത് നോർമൽ നമ്മുടെ അയൺമാനും ടോണി സ്റ്റാർക്കും ഡോക്ടർ ഡൂമും തമ്മിലുള്ളൊരു ഫൈറ്റ് അല്ല. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ആക്ച്വലി ഈ യൂണിവേഴ്സിൽ നമ്മുടെ ടോണി സ്റ്റാർക്കും വിക്ടർ വോൺ ഡൂമും കോളേജിൽ പഠിക്കുമ്പോൾ റൂംമേറ്റ്സ് ആയിരുന്നു. അങ്ങനെ റൂംമേറ്റ്സ് ആയതുകൊണ്ട് തന്നെ അഫ്കോഴ്സ് നമ്മുടെ ടോണി സ്റ്റാർക്ക് കാശിൻ്റെ അഹങ്കാരം കാരണം പെമ്പിള്ളേരായിട്ട് ചുറ്റി നടന്ന് മദ്യപിച്ചു, ഒരു ലക്ഷറി ലൈഫാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ വിക്ടർ വോൺ ഡൂം അകത്തൊന്നും ഇല്ലാതെ ഒരു സാധാ ലൈഫ്, ഒരു ഇൻട്രോവേർട്ട് ലൈഫായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല പുള്ളിക്ക് നമ്മുടെ ടോണി സ്റ്റാർക്കിന് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടെങ്കിലും ഇവർ രണ്ടുപേരും അവരുടെ ആ പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. അതായത് ഒരാൾക്ക് ടെലികൈനറ്റിക് എബിലിറ്റീസ് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ വിക്ടർ വോൺ ഡൂമാണ് ഇത് ഓൾറെഡി എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പുള്ളി അതിൽ ടെസ്റ്റായിട്ട് നമ്മുടെ ടോണി സ്റ്റാർക്കിനെ കൺവിൻസ് ചെയ്തിട്ട് ഇരുത്തുകയാണ്. പക്ഷേ ആക്ച്വലി അത് ടെലികൈനറ്റിക് പവർ കൊടുക്കുന്ന ഒരു മെഷീൻ അല്ലായിരുന്നു, ബ്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്ന ഒരു മെഷീനായിരുന്നു. അങ്ങനെ വിക്ടർ വോൺ ഡൂം നമ്മുടെ ടോണി സ്റ്റാർക്കിനെ ട്രിക്ക് ചെയ്തിട്ട് ആ മെഷീനിൽ ഇരുത്തിയിട്ട് ടോണി സ്റ്റാർക്കിൻ്റെ മൈൻഡ് വിക്ടർ വോൺ ഡൂമിൻ്റെ ബോഡിയിലേക്കും വിക്ടറിൻ്റെ മൈൻഡ് ടോണി സ്റ്റാർക്കിൻ്റെ ബോഡിയിലേക്കും സ്വിച്ച് ചെയ്യാണ്. എന്നിട്ട് പോരാതെ ഇപ്പോൾ വിക്ടറിൻ്റെ ബോഡിയിലുള്ള നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ബ്രെയിൻ വാഷും കൂടി ചെയ്യുകയാണ്. അതായത് ആ വിക്ടറിൻ്റെ ബോഡിയിലുള്ള ടോണി സ്റ്റാർക്കിന് ഇപ്പോൾ ആരാണ് പുള്ളിയെന്ന് പോലും അറിയില്ല. എന്നിട്ട് ടോണി സ്റ്റാർക്കിൻ്റെ ബോഡിയിലുള്ള വിക്ടർ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ആ ലക്ഷറി ലൈഫ് ജീവിക്കാൻ തുടങ്ങുകയാണ് ടോണി സ്റ്റാർക്കായിട്ട്. പുള്ളിയുടെ ആ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസൊക്കെ ഏറ്റെടുത്തിട്ട് പുള്ളിക്കെതിരെ നിന്ന പുള്ളിയുടെ അച്ഛനെയൊക്കെ കൊന്നിട്ട് പുള്ളി ജീവിക്കാൻ തുടങ്ങുകയാണ്. അതേസമയം നമ്മുടെ വിക്ടർ വോൺ ഡൂമിൻ്റെ ബോഡിയിലുള്ള ടോണി സ്റ്റാർക്കിൻ്റെ ബ്രെയിൻ വാഷൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ലാറ്റ്വീരിയയിലേക്ക് നാട് കടത്താണ് ടോണി സ്റ്റാർക്കിൻ്റെ ബോഡിയിലുള്ള വിക്ടർ. അങ്ങനെ പുള്ളി കുടിച്ചും മദ്യപിച്ചും ആരാണെന്ന് പോലും പുള്ളി അറിയാതുള്ള ലൈഫ് ജീവിക്കുകയാണ്. പക്ഷേ എന്നാലും നമ്മുടെ വിക്ടറിൻ്റെ ബോഡിയിലുള്ള ടോണി വിട്ടുകൊടുക്കരുതെന്ന് തീരുമാനിക്കുകയാണ്. പുള്ളി വീണ്ടും പഠിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പുള്ളി പഠിച്ച് ഒരു വലിയ നിലയിലെത്തി ഗ്രാജുവേറ്റ് ആവുകയാണ്. എന്നിട്ട് ഡൂം ഇൻഡസ്ട്രീസ് എന്ന് പേരുള്ള ഒരു പുതിയ ഇൻഡസ്ട്രീസ് തുടങ്ങുകയാണ്. അതേ ടൈമിൽ ഇപ്പോഴത്ത് നമ്മുടെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ ടോണി സ്റ്റാർക്കിൻ്റെ ബോഡിയുള്ള വിക്ടറിൻ്റെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസും ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഡൂം ഇൻഡസ്ട്രീസിൻ്റെ ഓണറായിട്ടുള്ള വിക്ടറിൻ്റെ ബോഡിയുള്ള ടോണി സ്റ്റാർക്ക് ആർക്ക് റിയാക്ടർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഈ ആർക്ക് റിയാക്ടർ പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിക്ടറിൻ്റെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന് അത് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാക്കും. അങ്ങനെ ഈ ഡൂം ഇൻഡസ്ട്രീസിൻ്റെ ആർക്ക് റിയാക്ടറിൻ്റെ ബ്ലൂ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിക്ടർ വോൺ ഡൂം വരികയാണ് പുള്ളിയുടെ ഗ്രീൻ അയൺമാൻ സ്യൂട്ട് എടുത്തിട്ട്. അതേ സമയത്ത് ഇപ്പുറത്ത് നമ്മുടെ വിക്ടറിൻ്റെ ബോഡിയിലുള്ള ടോണി സ്റ്റാർക്ക് ഓൾറെഡി ജനങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു റെസ്ക്യൂ ആർമർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏൻഷ്യൻ്റ് ലാറ്റ്വീരിയൻ ആൾക്കാരുടെ സ്റ്റൈലിലായിരുന്നു അത് പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ദ റെസ്ക്യൂ ആർമർ. അങ്ങനെ പുള്ളിയുടെ ആ സ്യൂട്ടിനെ കുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടോണി സ്റ്റാർക്കിൻ്റെ ബോഡിയിലുള്ള ഡൂം പുള്ളിയുടെ സ്യൂട്ട് ഇട്ടിട്ട് ആ ആർക്ക് റിയാക്ടർ പൊക്കാൻ വേണ്ടിയിട്ട് ഡൂം ഇൻഡസ്ട്രീസിലേക്ക് വരുന്നത്. അങ്ങനെ ഇതാണ് പറ്റിയ ടൈമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഡൂമും ടോണി സ്റ്റാർക്കിൻ്റെ ബോഡിയിലുള്ള ഡൂമിൻ്റെ ബോഡിയിലുള്ള ടോണി സ്റ്റാർക്ക് പുള്ളിയുടെ സ്യൂട്ട് എടുത്തിട്ട് നമ്മുടെ ഡൂമിന് നേരെ പോവാണ്. അങ്ങനെ ഇവർ തമ്മിലൊരു എപ്പിക് ബാറ്റിൽ, അതായത് ടോണി സ്റ്റാർക്കിൻ്റെ ബോഡിയിലുള്ള ഡോക്ടർ ഡൂം വിത്ത് അയൺമാൻ സ്യൂട്ട് ആൻഡ് ഡോക്ടർ ഡൂമിൻ്റെ ബോഡിയിലുള്ള ടോണി സ്റ്റാർക്ക് വിത്ത് ഡൂം സ്യൂട്ട് തമ്മിലുള്ളൊരു ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ ഇവരുടെ ആ ഫൈറ്റ് മൊത്തം ആ സ്ഥലം തന്നെ തകർക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഏതാണ്ട് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ബോഡിയിലുള്ള ടോണി സ്റ്റാർക്ക് പുള്ളിയുടെ ആ സൂട്ട് വെച്ചിട്ട് ടോണി സ്റ്റാർക്കിൻ്റെ ബോഡിയിലുള്ള ഡോക്ടർ ഡൂമിനെ ഓൾമോസ്റ്റ് ഡിഫീറ്റ് ചെയ്യാണ്. അപ്പോഴാണ് നമ്മുടെ ഡോക്ടർ ഡൂം പറയുന്നത്, ഇത് ഞാനല്ല, എൻ്റെ ബോഡിയിലാണ് നീ ഉള്ളത്, ഞാൻ നിനക്കൊരു ഓഫർ തിരിച്ചു വെക്കാണ്, എൻ്റെ ബോഡി എനിക്ക് തിരിച്ചു തന്നേക്ക്, നീ നിൻ്റെ ബോഡിയിലേക്ക് തിരിച്ചു കയറിക്കോന്ന് പറയാണ്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് പാർട്ട് 2 കാണാം.